ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനൊരു കാരണം, ഇന്നലെ ക്രിസ്മസായിട്ട് എൻ്റെ മക്കൾ പറഞ്ഞു ഒരു എൻജോയ്മെൻറ്റ് വേണം, നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ കാണാനാണ് പോയത്. പക്ഷേ എൻ്റെ പൊടിമോക്ക് 18 വയസ്സാകാത്തത് കൊണ്ട്, നിയമത്തിനെ അനുസരിക്കണം എന്നുള്ളതുകൊണ്ടും ടിക്കറ്റ് തരത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, തിയേറ്റർ ഉടമ പറഞ്ഞപ്പോൾ, വേറെ എന്ത് സിനിമയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബറോസിനകത്ത് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബറോസ് എന്ന് പറയുന്ന മോഹൻലാൽ, നമ്മുടെ മഹാനടൻ മോഹൻലാൽ ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളെ എനിക്കിഷ്ടമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ സംവിധാനം ചെയ്ത സിനിമ, പൃഥ്വിരാജൊക്കെ സിനിമ സംവിധാനം ചെയ്തു, വളരെ ഹിറ്റായിട്ടുണ്ട്. ഇവരോട് ബേസിൽ ജോസഫ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു കയറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, അച്ഛാ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാലവീറോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർട്ടൂൺ ഫിലിമോ കാണാമെന്ന് പറഞ്ഞു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും കഥാപാത്രങ്ങളെ ജീവനായിട്ട് അഫ്രപാളികളിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള, അഭിനയിച്ച് കാണിച്ചിട്ടുള്ള മഹാനായ നടൻ എന്ന് നമ്മൾ പറയുന്ന മോഹൻലാൽ ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതായി പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം അദ്ദേഹം നടനാണ്, നല്ല നടനാണ്, നല്ല അഭിനേതാവാണ്. പക്ഷേ സംവിധാനം എന്ന് പറയുന്ന ഒരു കലയിലേക്ക് അദ്ദേഹം ദയവ് ചെയ്ത് ഇനി പോകരുത്, ഇതും തുടക്കവും ഒടുക്കവും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോഴാണ് ഞാൻ വേറെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഈ സംവിധായകർ എന്ന് പറയുന്ന മനുഷ്യനെ എപ്പോഴും ഒരിക്കലും ഒരു നടന്, മെയിൻ നടനോ ഒരു നടിക്കോ കിട്ടുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും ജനമനസ്സുകളിൽ സംവിധായകനില്ല. അപ്പം ഒരു സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഉള്ള ഒരു ആക്ടറെ, ഒരു നടനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു നടിയെ കൊണ്ട് അദ്ദേഹം കളിക്കുന്ന ആ ചതുരംഗ കട്ടകളുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ നമിക്കും ഒരു സംവിധായകൻ എന്താണ് എന്നുള്ളത്. ഒരു സംവിധായകൻ്റെ വാല്യൂ കാണിച്ചു തന്ന ഒരു സിനിമയാണ് ബറോസ്. എങ്ങനെയാണ് ഏറ്റവും മോശമായിട്ടൊരു സംവിധാനം ഉണ്ടാവുന്നതെന്നും ബാക്കിയുള്ള സംവിധായകന്മാർ ആരാണെന്നും കാണിച്ചു തന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മോഹൻലാൽ, നിങ്ങൾ ഒരു നടനാണ്, നല്ലൊരു നടൻ. അറിയാവുന്ന പണി മാത്രം ചെയ്യുക. ദയവേത് ഇതുപോലെ അതിനകത്ത് എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇടയ്ക്കൊരു പാട്ട് കാർട്ടൂൺ ഫിലിം പോലെ കാണിക്കുന്നു, കടലിനടിക്ക് പോകുന്നു. മൊത്തത്തെ തീം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു നടിയുണ്ട്, ഒരു കൊച്ച് നടിയായിട്ട് ഒരു കൊച്ചു വരുന്നുണ്ട്. ആ കൊച്ചിൻ്റെ മുഖത്ത് ഒരു ഭാവവും വിരിയുന്നില്ല. ഇത്രയും ഭാവങ്ങൾ കണ്ടുകൊണ്ടും ഒക്കെ കാണിക്കുന്ന പ്രിയപ്പെട്ട മോഹൻലാൽ സംവിധാനമായപ്പം ഇത്രയും മോശമായിട്ട് ഒരു അഭിനയം കാണിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് നടിപ്പിച്ച് ഇതൊന്നും എനിക്കറിയാനേ പറ്റുന്നില്ല. അവസാനം എന്ത് കാണിക്കും? ഇതിനിടയ്ക്ക് ഈജിപ്ഷ്യൻ പിരമിഡിനകത്തുള്ള സാധനം കാണിക്കുന്നു, മമ്മി പൊട്ടിപ്പിളരുന്നു, അവസാനം കൊണ്ടുവന്നിട്ട് മകനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനുണ്ട്, നമ്മുടെ നാട്ടുകാരെ ഓടി വരണേ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ആ നടൻ. അദ്ദേഹത്തിനെ വരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കുറച്ചധികം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് അധ്വാനിച്ചിട്ടുമുണ്ട്, അതും എനിക്കറിയാം, നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട മോഹൻലാൽ എന്തിനാണ് അറിയാത്ത പണിക്ക് നിൽക്കുന്നത്? നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലോ, അത് ചെയ്താൽ പോരെ. കഷ്ടമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഫേസ്ബുക്കിനകത്ത് നോക്കി എൻ്റെ കൊച്ചു പിള്ളേർ പോലും പറഞ്ഞതാണ്, ഉച്ചയ്ക്ക് പകുതിയായപ്പോൾ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ എന്ന് കരുതിയിരുന്നതാണ്. അഭിനയിക്കുക, അത്യാവശ്യം ഇത്രയും കാലത്തെ കഴിവ് എക്സ്പീരിയൻസും ഒക്കെ അല്ലേ, അത് വെച്ച് അഭിനയിച്ചാൽ പോരെ. അവനവനാവുന്ന പണി ചെയ്യേ, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഇതിപ്പം പറയേണ്ട സാങ്കത്യമുണ്ടോ അല്ലെങ്കിൽ ഇയാൾ ആരെ സംസാരിക്കാമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ
പൈസ മുടക്കി കണ്ട ഒരു ഗതികെട്ടവനായിപ്പോയി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇത് നമ്മൾ ആലോചിക്കുമ്പം ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇന്ത്യയിലെ മഹാനടന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ കൂട്ടുന്ന ഒരു പേരാണ് ദിലീപ് കുമാർ. മഹാനായ നടനാണ്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ തുടങ്ങി. കലിംഗ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ മനസ്സിലായത് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഈ ബറോസിനകത്ത് സംഭവിച്ചതുപോലെ തന്നെ കയ്യിൽ നിന്ന് പോയി. ഇത് എന്തോ ചെയ്യണമെന്ന്, എവിടെ ചെയ്യണമെന്ന്, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാൻ വയ്യാത്ത പരുവത്തിലേക്കായി. അത് അദ്ദേഹം ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിനെ മഹാനടൻ എന്ന് തന്നെ പറയുന്നു. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു മഹാനടൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു കോമൺ സെൻസ് എങ്കിലും ഇദ്ദേഹം ഒന്ന് കാണിക്കണ്ടേ? ഇദ്ദേഹം മഹാനടനല്ലേ? എനിക്ക് പ്രിയപ്പെട്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാൽ. ഒരുപാട് കഥാപാത്രങ്ങളെയാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് നോക്കണ്ടേ? അപ്പോൾ അദ്ദേഹം തടി ഊരി രക്ഷപ്പെട്ടു. കലിംഗ എന്ന് പറഞ്ഞ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം എന്തിനാണിങ്ങനെ ഒരു കഷ്ടമുണ്ട് കേട്ടോ. ദയവ് ചെയ്ത് ഇതാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 10 മണിക്കുള്ള ഷോയ്ക്കാണ് ഞാൻ പോയത്. കൊട്ടാരക്കല്ല പോയത്. ഷോയ്ക്ക് പോയിട്ട് 3 മണി വരെ ഉറക്കം നഷ്ടപ്പെട്ട്, മൊത്തം ഉറക്കം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് വർക്ക് ചെയ്യുമോ. എൻ്റെ ബുദ്ധൻ്റെ ഒരു പുതിയൊരു സ്കൾപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹാന്മാരങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ? ഞാനല്ല, ഒരു പാളിച്ച വന്നാൽ പാളിച്ചയാണെന്ന് പറയാനും, എനിക്ക് പാളിച്ച പറ്റിപ്പോയി എന്ന് പറയാനും, ആ തെറ്റ് തിരുത്താനും തയ്യാറാവണ്ടേ? ഈ രീതിയിൽ തെറ്റ് തിരുത്തരുത് ദയവ് ചെയ്ത്. കുഴപ്പമില്ല. നല്ല നടനല്ലേ, അഭിനയിക്ക്. ഞാൻ ശില്പം ചെയ്യുന്നുണ്ട്, ഞാൻ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് ഞാൻ നോവൽ എഴുതാനോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി പാടാനോ നിന്നാൽ എന്താവും അവസ്ഥ? എഴുതുകയും ചെയ്യും. പക്ഷേ ഹിന്ദുസ്ഥാനി പാടാൻ നിന്നാൽ എന്താവും? കർണാടിക് സംഗീതം പാടാൻ നിന്നാൽ എന്താവും? അല്ല, നമുക്ക് ചെറുതായിട്ടുള്ള അറിവ്, അതിനകത്ത് നമുക്ക് എങ്ങനെ നന്നാവാം എന്നല്ലേ നോക്കിയാൽ മതി കേട്ടോ. ബാക്കി സംവിധാനമൊക്കെ അറിവുള്ളവർ ചെയ്തോട്ടെ. ഒരു സംവിധായകനെ മാനിക്കേണ്ടുന്ന ഒരു ദിവസമാണിന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,